തലേന്ന് വരെയും 2.5 വയസ്സുകാരൻ ആദിമോൻ ഓടിക്കളിച്ചിരുന്ന വീട്ടുമുറ്റവും അവന്റെ ഊഞ്ഞാലയുമാണിത്. പക്ഷേ അവൻ ഇന്ന് ഈ ലോകത്തില്ല. ജന്മം നൽകിയ മാതാപിതാക്കൾക്കൊപ്പം അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അമ്മയ്ക്കും അപ്പൂപ്പനുമൊപ്പം രാത്രി ഏറെ വൈകിയും കളിച്ചുല്ലസിച്ച ശേഷം അച്ഛനമ്മമാർക്കൊപ്പം ഉറങ്ങാൻ പോയ ആദിമോൻ പിന്നീട് എഴുന്നേറ്റിട്ടില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആളായിരുന്നു അജീഷ്. പക്ഷേ അവിടെയൊന്നും തളരാതെ പിടിച്ചു നിൽക്കാൻ ആ യുവാവിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ നടുങ്ങിയിരിക്കുകയായിരുന്നു നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം. അജീഷിന്റെയും ഭാര്യ സുലുവിന്റെയും ഇവരുടെ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെയും മരണവാർത്ത അറിഞ്ഞതു മുതൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഭാസ്കരവിലാസത്തിലെ വാടക വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നല്ലൊരു വീട് സമ്പാദിച്ചിരുന്നു അജീഷ്. എന്നാൽ കടബാധ്യത വന്നതോടെ അത് വിറ്റ കടങ്ങളെല്ലാം തീർത്താണ് ഇവർ വാടക വീട്ടിലേക്ക് മാറിയത്. ഇരുവരും വിവാഹിതരായി വർഷങ്ങൾക്കു ശേഷമാണ് ഒരു കുഞ്ഞു പിറക്കുന്നത്. ഇവരുടെ ആദ്യത്തെ കുഞ്ഞ് മരിച്ചു പോയിരുന്നു. പിന്നീട് 2.5 വയസ്സുകാരനായ ആദി ജനിക്കുന്നത് മാസം തികയാതെയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് അന്ന് ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് ചിലവാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് അജീഷ് ഇവിടം വരെ എത്തിയത്. തന്റെ കടങ്ങളെല്ലാം മെല്ലെ മെല്ലെ വീട്ടി സന്തോഷത്തോടെ ജീവിച്ചു പോരുകയായിരുന്നു ഈ കുടുംബം. പക്ഷേ ആ സന്തോഷത്തിനിടയിലേക്കാണ് ഈ കുഞ്ഞു കുടുംബത്തിനെ വിധി വീണ്ടും പരീക്ഷിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് അജീഷിന് ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. ഒരുപാട് ടെസ്റ്റുകൾക്ക് എഴുതിയതല്ലേ, നാളെ അതിനു പോകാമെന്നും പറഞ്ഞതായിരുന്നു. എന്തിനാ മോനെ നീ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങിക്കരയുകയായിരുന്നു അജീഷിന്റെ അമ്മ ലൈല കുമാരി. ഇച്ചിരിയല്ലേ ഉള്ളായിരുന്നു, അത് മാറില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് അവർ നെഞ്ചുപൊട്ടിക്കരയുന്നത്. ചികിത്സയ്ക്ക് ധാരാളം പണം വേണ്ടിവരുമെന്നതും അത് ബാധ്യതയായി മാറുമെന്ന ആശങ്കയുമാകാം ഇങ്ങനെയൊരു കടുങ്കൈക്ക് കുടുംബത്തെ പ്രേരിപ്പിച്ചതെന്നാണ് ബന്ധുക്കളുടെ നിഗമനം. ക്യാൻസർ ആണെന്ന കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞിരുന്നതായും അമ്മ കരച്ചിലിനിടയിൽ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛനും അമ്മയും ജീവനൊടുക്കിയെന്ന വാർത്ത പുറത്തു വന്നത്. താന്നി കാരിക്കുഴി ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം വലിയവിള നഗറിൽ ചെന്തച്ചനഴികത്ത് ഭാസ്കരവിലാസത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന അജീഷ്, ഭാര്യ സുലു, മകൻ ആർദ്രിത് എന്ന ആദി എന്നിവരെയാണ് വീടിനുള്ളിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അജീഷും സുലുവും തൂങ്ങി മരിച്ച നിലയിലും കുഞ്ഞ് കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമായിരുന്നു. ബുധനാഴ്ച രാവിലെ 10:30യോടെയാണ് സംഭവം പുറത്തറിയുന്നത്. അജീഷിന്റെ അമ്മ ലൈലാകുമാരിയും അച്ഛൻ അനിൽകുമാറും ഇതേ വീട്ടിൽ തന്നെയായിരുന്നു താമസം. അച്ഛൻ രാവിലെ ജോലിക്ക് പോയതായിരുന്നു. 10:30ആയിട്ടും ആരെയും മുറിക്ക് പുറത്തേക്ക് കാണാത്തതിനാൽ ലൈലാകുമാരി വാതിലിൽ തട്ടി വിളിച്ചു. പ്രതികരണമില്ലാതായപ്പോൾ കരഞ്ഞ് ബഹളം വെക്കുകയായിരുന്നു. തുടർന്ന് സുലുവിന്റെ അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തി. പിന്നീട് പരിസരവാസികളെ വിളിച്ച് കതക് തള്ളി തുറന്ന് നോക്കിയപ്പോഴാണ് 3 പേരെയും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. പ്രവാസിയായിരുന്ന അജീഷ് 6 മാസങ്ങൾക്ക് മുൻപാണ് നാട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ കൊല്ലത്ത് വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്തു വരികയുമായിരുന്നു. സാമ്പത്തിക ബാധ്യതകളാണ് മരണകാരണമായതെന്ന് കാണിച്ചുള്ള ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.